ഹലോ, അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഓണമൊക്കെ ആയി വരുവാണല്ലോ. അപ്പോൾ ഓണത്തിൻ്റെ ഒരു തയ്യാറെടുപ്പുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ അമ്മ കാര്യമായിട്ട് എന്താണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് അമ്മ ഉണ്ടാക്കുന്നത്? ഇന്ന് മാവുണ്ട, മാവുണ്ട, അത് കഴിഞ്ഞ് ഉപ്പേരി വറക്കും, അത് കഴിഞ്ഞ് അച്ചപ്പം ഉണ്ടാക്കും, എല്ലാം ചടപടാന്ന് ചെയ്യുമോ. ചടപടാന്ന് പറഞ്ഞ് രാത്രിയായി സത്യം പറഞ്ഞ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാവ് കാച്ചൽ. സാറാണ് പാവ് കാച്ചുന്നത്. ഇത്രയും വർഷമായി അമ്മയ്ക്ക് പാവ് കാച്ചലിന്റെ ഒരു നൂൽ പരുവ് അറിയത്തില്ല. പക്ഷേ മോഡേൺ ജനറേഷനിലുള്ള ഐവിൻ സന്തോഷിന് മാത്രമേ ഇത് അറിയത്തുള്ളൂ. അതെന്താ അല്ലേ അതിനകത്ത് ഒരു വിരോധാഭാസം? അതിൽ പ്രത്യേകിച്ച് വിരോധാഭാസം ഒന്നുമില്ല. അതെന്താ? നമുക്ക് കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ അറിയാം. അല്ല, അമ്മയ്ക്ക് അറിയത്തില്ല. അമ്മയ്ക്ക് അറിയാടി, ചുമ്മാ അമ്മ ഡയലോഗ് അടിക്കുന്നില്ലേ. എന്തിനാന്ന് പറയട്ടെ, ഒരു നൂൽ പരുവത്തിന്റെ കാര്യമൊക്കെ എന്നോട് പറഞ്ഞിട്ട് നിനക്കല്ലയോ അറിയാവുന്നതെന്ന് പറഞ്ഞ് പറയും. അപ്പം ഞാനിവിടെ വന്ന് നിൽക്കും. അപ്പം ഇതൊക്കെ ഇളക്കാൻ എന്നെ കൂട്ട് കിട്ടും. അതൊരു കാര്യം. ഇനി അതല്ലാത്ത വേറെ ഒരു സംഭവം എന്തോന്നറിയോ, ഈ പരുവം പറഞ്ഞു കൊടുത്ത ആൾ ഞാനാണല്ലോ. ഒരു പക്ഷേ ഈ മാവുണ്ട പിടിക്കുന്ന സമയത്ത് മുറുക്കം കൂടുകയോ കുറയുകയോ എല്ലാം ചെയ്തത് പൊട്ടിപ്പോവോ, എന്ന് വെച്ചാൽ ഉടഞ്ഞു പോവോ, അല്ലെങ്കിൽ കടി കൊള്ളാത്ത പോലെ ആവുമോ എല്ലാം ചെയ്താ എന്റെ തലയിൽ എടുത്തിടാം. എന്താ ബുദ്ധി? അതാണ് ബുദ്ധി. അപ്പൊ നമ്മൾ ഒരു നൂൽ പരുവം നോക്കാൻ പോവാ. അല്ലേ? കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ട്. ഇതാണ് ഒരു നൂൽ പരുവം. ഇപ്പൊ ഒരു നൂൽ പരുവം 5-6 നൂൽ പരുവായല്ലേ. ഇത് അരിപ്പൊടിയും തേങ്ങയും കൂടെ വറുത്ത് വെച്ചേക്കുന്ന ഒരു മിശ്രിതമാണ്. ആ മിശ്രിതം നമ്മള് പാവ് കാച്ചിയ മിശ്രിതത്തിനകത്ത് മതി പറഞ്ഞത്. എന്താ അതിൽ ഒരു മയത്തി കൂടുതൽ അരി പൊടിച്ചതിനെ എന്തോ പറയാനാണ്. അതിലല്ലേ ഞാൻ മിശ്രിതം എന്ന് പറഞ്ഞു. പകുതി മാറ്റി വേറെ വെച്ചായിരുന്നു. അത് അല്ലല്ല, മൗണ്ട പിടിക്കുമ്പോ അതിന്റെ അകത്തോട്ടിട്ട് ഒന്ന് മയപ്പെടുത്താൻ, ഉരുട്ടാൻ പറ്റുമോ എറിയാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. ചില സമയത്ത് അമ്മ ഈ മാവുണ്ട ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് വെച്ച് എറിയാം നമുക്ക് പട്ടിയെ. അങ്ങനെ കളിയാക്കാടി. ചൂടോടെ തന്നെ പിടിക്കണം അല്ലേ? കൈ പൊള്ളത്തില്ലോ? അപ്പം കൈ പൊള്ളും കുറച്ച്, പക്ഷെ എന്നാലും ചൂടോടെ പിടിച്ചില്ലെങ്കിൽ നടക്കത്തില്ല, പിന്നെ ഉരുളത്തില്ല. ഇതിന്റെ തേയിലക്ക, ജീരകം എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇച്ചിരി ഇളക്കിക്കോ, ഇത് എന്നെ കൊണ്ട് നടക്കത്തില്ല. എടുത്തു. നിനക്ക് ഉണ്ട പിടിക്കാൻ അറിയാവടി? ഇതൊക്കെ പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? ഇങ്ങനെയാണ് ഉണ്ട പിടിക്കുന്നത്. അപ്പൊ ഈ ഉണ്ട പിടിക്കുമ്പോ കൈയൊക്കെ നല്ല പൊള്ളുന്നുണ്ട് ഉണ്ടല്ലേ? ആ ചുമന്ന കൈകൾ കാണുമ്പോൾ അറിയാം. അപ്പോൾ നമ്മുടെ അരിയുണ്ട റെഡി ആയിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ഒക്കെ നല്ലതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. മറ്റേ ഞാൻ മുമ്പേ പറഞ്ഞ ആ എറിഞ്ഞ ആൾക്ക് കൊള്ളുന്ന ആ പരുവമാണോ അതോ സോഫ്റ്റ് ആണോ എന്ന് അറിയത്തില്ല. അത് ടേസ്റ്റ് ചെയ്ത് നമുക്ക് പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ അരിയുണ്ട കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ എന്തോ ഉണ്ടാക്കുന്നത്? അച്ചപ്പം. അച്ചപ്പത്തിന്റെ മാവ് ബാറ്റർ ശരിയായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത്രയും നേരം അമ്മയുടെ പ്രശ്നം ഈ അരിയുണ്ട ശരിയാവോ, മുറുകിപ്പോവോ, വാവ് ശരിയാവോ, അത് ഇത് എന്നൊക്കെ ഉള്ളതായിരിക്കും. ഇനി അടുത്ത അമ്മയുടെ പ്രശ്നം അച്ചിനകത്തുനിന്ന് അച്ചപ്പം ഇളകി വരുമോ എന്നുള്ളതായിരിക്കും. ഇനി അതിന്റെ ഒരു ബഹളം കാണാം. ഇതാണ് അച്ചപ്പത്തിന്റെ അച്ചപ്പത്തിന്റെ സെറ്റായോ അമ്മേ? ഇനി ഇടാവോ? അമ്മ ഇട്ടോളൂ, നമ്മളെന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? ബാറ്ററിൽ മുക്കുന്നു. എണ്ണയിലിട്ടു. ഇറങ്ങി വരുന്നതിന് അടിയില്ല, ഇറങ്ങി വന്നു. ശരിയുണ്ടോ? ഇനി എന്താ പറയുന്നറിയോ, മറ്റേ എന്തായിരുന്നു പറയുന്നത്? ചക്ക ഇട്ടപ്പോ മൊയിലെത്തും. ആ സംഭവം. ഇനിയിപ്പോ ഭയങ്കര ഇത്ര നേരം വായില്ലായിരുന്നു. ഇനിയിപ്പോ നോക്കണേ, ഫുൾ സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇനി അച്ചപ്പം കൂടെ റെഡിയാക്കുന്നതായിരിക്കും. അച്ചപ്പം കഴിഞ്ഞിട്ട് നമുക്ക് കാ വറക്കണം. ചെറിയ നമ്മൾ ഒത്തിരി അങ്ങ് ആഡംബരമൊന്നും കാണിക്കുന്നില്ല, ചെറിയ കുറച്ച് ജസ്റ്റ് ലിറ്റിൽ സില്ലി ഓണം പ്രിപ്പറേഷൻ. അപ്പോൾ നമ്മുടെ അച്ചപ്പം കഴിഞ്ഞു. ഇനിയും അടുത്തതായിട്ട് ഏത്തക്ക വറുത്തത്. ഉപ്പേരി ഉണ്ടാക്കുന്നത് ഐവിൻ സന്തോഷം. കുഞ്ഞാന്നരിയണം. വേറെ ആരും പറഞ്ഞാൽ ശരിയാകത്തില്ല. കൊറേ നാളായല്ലോ വീഡിയോയിലൊക്കെ വന്നിട്ട്.
ഓ നീണ്ട യാത്രയായി. അത് ശരി. എന്നിട്ട് എന്ന് ലാൻഡ് ചെയ്തു? ഞാൻ ലാൻഡ് ചെയ്തിട്ട് 10 ദിവസമായി. ആ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പായി എന്ത് ചെയ്യുന്നു. അപ്പൊ നല്ല യാത്രയായിരുന്നു. എന്തോടെ അവിടെ പരിപാടി? ഓണമില്ലയോ? അച്ചപ്പം ഉപ്പേരി അരിയലേ ഉള്ളോടെ ഇയാള്. അതാ ഒരു പാകം അറിയണമെങ്കിൽ അമ്മ വേണം. അതുകൊണ്ട് അമ്മയെ ഏൽപ്പിച്ചേക്കുക. അമ്മയാണെങ്കിൽ കാര്യമായിട്ടങ്ങ് സീരിയസ് ആയിട്ട് നിൽക്കുക. എന്ന് മൊത്തത്തിൽ ഒരു ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അമ്മയ്ക്ക് എങ്ങനെ ടെൻഷനല്ലേ? അതെ, ടെൻഷൻ ഒന്നും അടിക്കണ്ട അമ്മ. എങ്ങനെ ഉണ്ടാക്കി തന്നാലും ഞങ്ങൾ തിന്നോളാം. അത് അമ്മയ്ക്ക് അറിയാലോ. എന്തോ വന്നാലും ഞങ്ങൾ തിന്നും. അതെനിക്ക് അത് ഓർത്ത് പിന്നെന്തിനാ അമ്മ ഒരു സാധനം കളയത്തില്ല. പിന്നെന്താ വേണം? ഇത്രയും നല്ല മക്കളെ അമ്മയ്ക്ക് എവിടെ കിട്ടും? ഭാഗ്യം എന്ത് വേണം അമ്മ? എത്രയോ വീട്ടിലെ ആളുകൾ ഉണ്ടാക്കി കളയുന്നു. അമ്മ എന്തൊരു കൂറ സാധനം ഉണ്ടാക്കി തന്നാലും ഞങ്ങൾ അമൃതം പോലെ തിന്നും. ഓരോ വീട്ടിലെ അമ്മമാരെ പിള്ളേർ കുറ്റം പറയുന്ന കാണണം. കൊള്ളത്തില്ല, ഇതെന്തോത്തിന് കൊള്ളാം, തിന്നത്തില്ല, വേണ്ട. ഞാൻ പിന്നെ ഒരുപാട് കഴിക്കത്തില്ല, കുറച്ചേ കഴിക്കത്തുള്ളൂ. ഞാനും ഇച്ചിരിയേ കഴിക്കും. അതെ, ഞങ്ങളെല്ലാം ഞാനെന്തിനാ ഉണ്ടാക്കുന്നത്? അല്ല, ഉണ്ടാക്കി ഇച്ചിരി ആയിട്ട് പല ദിവസങ്ങളിലായിട്ട് കഴിച്ചോളാം. ഇതൊന്നും പെട്ടെന്ന് നശിച്ചു പോകും. ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര മാസങ്ങൾ ഇച്ചിരി ആയിട്ടിരുന്ന് കഴിക്കുമെന്ന് അറിയാം. മോനെ 26-ാം തീയതി തിരുവോണത്തിന് എന്താ ഇലയെ വിളമ്പാനായിട്ടാണ് കിട്ടിയ. ഇപ്പൊ നമ്മുടെ അതെ ഉപ്പേരിയും ഏറെക്കുറെ ആയിട്ടുണ്ട്. ഇച്ചിരി കൂടെ ഉള്ളൂ. അപ്പം എന്തൊക്കെയായി? മാവുണ്ട. സമയം 11:30 അതുകൊണ്ട് എനിക്ക് ഉറക്കം വരും. അതുകൊണ്ടൊരു ക്ഷീണമുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഓരോ പരിപാടിയായിരുന്നു. അപ്പൊ മാവുണ്ടയായി, അച്ചപ്പമായി, ഉപ്പേരിയുമായി. ഇനി എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ അമ്മ ഓണത്തിന്? ഇന്നില്ല. ഇന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇനി അടുത്ത ദിവസം എന്തെങ്കിലും ചെയ്യുമായിരിക്കും. മിച്ചർ, ശർക്കര വരട്ടി. ഓ അത്ര മതി, നമുക്ക് ഓക്കെ അല്ലേ? നമുക്ക് വായ അനക്കി വെക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ഇഷ്ടം ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോഴെല്ലാം. അത് നമ്മള് ഇവിടെ ഫേസ് ഇങ്ങനെ എക്സസൈസ് ചെയ്യണം. അപ്പൊ നമ്മൾ എപ്പോഴും തിന്നുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മളിങ്ങനെ എക്സസൈസ് ചെയ്യുന്നത് അതിനാണ്, ഹെൽത്തി ആയിട്ടിരിക്കാൻ. അപ്പൊ നമ്മള് ഇനി ഈ വീഡിയോ ഓണം കഴിഞ്ഞിട്ടായിരിക്കുമോ വരുന്നത്? അല്ല, ട്രൈ ചെയ്യാം, നേരത്തെ വരുമെന്ന് നോക്കാം. എന്നാലും നമ്മൾ അടുത്തതിനെയും കാണുന്നത് ഓണം കഴിഞ്ഞിട്ടായിരിക്കും. അടുത്തൊരു ഓണത്തിന്റെ വീഡിയോ വരുന്നത് ഓണം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. നമുക്ക് അടുത്ത ഓണത്തിന്റെ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.